അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും ഈ ധർമ്മസമരത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഗവൺമെന്റ്, ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെന്റ് ആ ഉത്തരവാദിത്തം മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ഈ മേഖലയിലെ പ്രശ്നമെന്ന് പഠിച്ചുകൊണ്ട് അവിടെ പോരായ്മകൾ കണ്ടെത്തണം. ഒരിക്കലും ഒരു ടാക്സ് വെട്ടിപ്പിന്, ഒരു നികുതി വെട്ടിപ്പിന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൂട്ടുനിൽക്കില്ല എന്ന് 100%. മറിച്ച് കടയിൽ വന്ന സാധനം വിൽപ്പന നടത്തുമ്പോൾ അതിന്റെ ടാക്സ് ഗവൺമെന്റിലേക്ക് യഥാർത്ഥമായി കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിന് എന്തെങ്കിലും കോട്ടം തട്ടിയാൽ വാറ്റ് നിയമത്തിലുള്ള ഓഡിറ്റ് വിസിറ്റ് 15 ദിവസം മുമ്പ് നോട്ടീസ് നൽകിക്കൊണ്ട് കട പരിശോധിക്കാനുള്ള നിയമം വാറ്റ് നിയമത്തിൽ നിലവിലുണ്ട്. ആ നിയമം ഉപയോഗിക്കുകയും ഈ കട രജിസ്റ്റർ ചെയ്യപ്പെട്ട തൊട്ടടുത്ത സെയിൽ ടാക്സ് ഓഫീസിൽ ഈ കടയെ സംബന്ധിച്ച് അന്വേഷണം നടത്തി അതിൽ ക്രമക്കേട് കാണുകയാണെങ്കിൽ, അതിൽ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നോട്ടീസ് അയച്ചിട്ടുള്ള പരിശോധന ഏകോപന സമിതി അംഗീകരിക്കുന്നു. അതല്ലാതെ കച്ചവടം നടക്കുന്ന ദിവസം രാവിലെ കുറെ പോലീസിനെയും കൂട്ടി കുറേയേറെ ഉദ്യോഗസ്ഥന്മാർ കടയിൽ വന്നുകൊണ്ട് തന്റെ കടക്കാരന്റെ സീറ്റിൽ കയറിയതുകൊണ്ട് അവന്റെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാനും അവിടുത്തെ കണക്കുകൾ പരിശോധിക്കാനും അവിടുത്തെ സ്റ്റോക്ക് എടുക്കാനും മെനക്കെട്ട് കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളിൽ അത് അക്രമത്തിന്റെ രീതിയിൽ മാത്രമേ സമാപിക്കുകയുള്ളൂ. അക്രമം ഞങ്ങൾ അഴിച്ചുവിടും, അതിലൊരു സംശയം വേണ്ട. കാരണം ഇത് ജീവിതത്തിന്റെ നിലനിൽപ്പാണ്, ജീവിതം നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന്റെ പെടാപ്പാടാണ് എന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്.